വിളംബരം കോടിപ്പാടത്താണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ നാട്ടുകാരായിട്ടുള്ള സലീമിൻ്റെ നേതൃത്വത്തിലുള്ള കർഷകർ തണ്ണിമത്തൻ കൃഷി ചെയ്ത് അത് വിളവെടുക്കുന്ന ഒരു ദിവസമാണിന്ന്. ഏറ്റവും സന്തോഷമായ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നല്ല വിളവാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ നമ്മുടെ ഈ നാട്ടിലും തണ്ണിമത്തൻ നന്നായി വിളവ് ചെയ്ത് എടുക്കാമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ കാണുന്ന ഈ കാഴ്ച. എൻ്റെ പിറകിലുള്ള ഈ തണ്ണിമത്തൻ കൂട്ടിയിട്ടിരിക്കുന്നത് മുഴുവൻ ഇവിടെ നിന്ന് വിളവെടുത്തിട്ടുള്ളതാണ്. വളരെ ലളിതമായ കൃഷിരീതി. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നൂതനമായ സാങ്കേതിക വിദ്യ കൃഷി എന്ന ഒരു നൂതന രീതി അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് ഇപ്പോൾ 2ാം വർഷത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിത അതേ വിജയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ രീതി വായക്കാട് പഞ്ചായത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് വിജയത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല നമ്മൾ കൃത്യത കൃഷി രീതിയിലൂടെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ആവശ്യമായ സമയത്ത് ആ വളങ്ങളും ജലങ്ങളും അത് കൂടുതലാവാതെയും കണ്ട് അതിന് എത്രയാണോ വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന കൃത്യത കൃഷി രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അത് പൂർണ്ണ വിജയത്തിലേക്കാണ്. ഇവിടെ എന്താണ് കൃഷി ചെയ്തിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഐറ്റം തണ്ണിമത്തനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പച്ചക്കറി വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തണ്ണിമത്തനിലേക്ക് തിരിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഒരു കൃഷ്ണ, അതുപോലെ തന്നെ കിരൺ, അതായത് കൃഷ്ണൻ്റെ വെറൈറ്റി യെല്ലോ കളറോ, ഇത് 3 ഐറ്റം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കർഷകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ അതായത് ത്രിതല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൂടുതൽ ഇത്തരം പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയും. ഈ കൃഷി രീതിയെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിവ് പകർന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൃഷി ലാഭത്തിലേക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാലും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നാലും നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ സഹായങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മൾ 3 മാസം അതാണ് ഇതിൻ്റെ രീതി. നമ്മളിപ്പോൾ 85 ദിവസമായിട്ട് നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. നമ്മൾ 3 മാസം ഇതിനുള്ളിൽ, അതായത് 70 മുതൽ 80-90 ദിവസങ്ങളിൽ ഇത് വിളവെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കമ്പനികൾ അവകാശപ്പെടുന്നത്. ആ രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നെങ്കിൽ ഗുണ്ടിൽപേട്ട അല്ലെങ്കിൽ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്ത് ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ഓൺലൈനിലൂടെ വരുത്തിക്കുകയാണ്. കൃഷി വകുപ്പ് കൃഷി രീതിക്കുള്ള സബ്സിഡി നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ളത് അവരും അതായത് സമയങ്ങൾക്ക് കൃഷി നമ്മളെ ചെയ്യേണ്ട രീതിയിൽ അവരും ചെയ്യുന്നുണ്ട്.